ഹായ് ഓൾ, ഞാൻ ഇന്നേ അറേബ്യൻ ഡിപ്പായ ഹമ്മൂസാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ രാത്രി മുഴുവൻ പൊതിർത്തിയ കടല, വെള്ളക്കടല, അത് ഉപ്പിട്ട് വേവിച്ചതാണിത്. അതിൻ്റെ കൂടെ നമുക്ക് 2 ഗാർലിക് ചേർക്കാം. പിന്നെ വേണ്ടത് തഹിനി പേസ്റ്റാണ്, എള്ള് പേസ്റ്റ് കേട്ടോ. ഞാനിപ്പോൾ റെഡിമെയ്ഡാണ് ഉപയോഗിക്കുന്നത്, അതാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. പിന്നെ വേണ്ടത് ഒലിവ് ഓയിൽ വേണം, പിന്നെ തൈര് വേണം, ലെമൺ ജ്യൂസ് വേണം, പിന്നെ തണുത്ത വെള്ളവും വേണം. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന തൈര് പുളിയില്ലാത്ത തൈരാവണം കേട്ടോ. അതാണ്, നാടൻ തൈര് ഉപയോഗിക്കാൻ പറ്റില്ല, പുളിയില്ലാത്ത തൈര്. നാട്ടിൽ ഇതങ്ങനെ ആരും അങ്ങനെ കൂടുതൽ ഉണ്ടാക്കി കണ്ടില്ല. മയോനൈസ് പോലൊന്നും അത്ര പോപ്പുലർ അല്ല, പക്ഷെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പക്ഷേ വേറൊരു കാര്യമുണ്ട്, പല വിധത്തിലും ഇത് ഉണ്ടാക്കാം. നമുക്ക് ക്യാരറ്റ് വേവിച്ചിട്ട് ചേർത്തിട്ട് ഉണ്ടാക്കാം, അപ്പോൾ ആ കളർ കിട്ടും. പിന്നെ പാലക്ക് വേവിച്ചിട്ട് ചേർക്കാം, അപ്പോൾ ആ കളർ കിട്ടും. പിന്നെ ബീട്രൂട്ട് വേവിച്ച് ചേർക്കാം, അപ്പോൾ ആ കളർ കിട്ടും. ഇനി മലയാളീകരിക്കണമെങ്കിൽ നമുക്ക് ലേശം ഒരു പച്ചമുളക്, കഷ്ണം ഇഞ്ചി, മല്ലിയില, കരിവേപ്പിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ അടിക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു പകുതി ലെമൺ പിഴിഞ്ഞിട്ട് അതും ലേശം വെള്ളവും കൂടി നമുക്ക് ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അങ്ങനെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തു. അതിലേക്ക് നമ്മൾ 1 കപ്പ് തൈര് ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞു പുളിയില്ലാത്ത തൈര് വേണമെന്ന്. 1 കപ്പ് തൈര് ഉപയോഗിക്കാം. പിന്നെ 1/2 കപ്പ് തഹീനി കൂടി ഉപയോഗിക്കാം. തഹീനി ഉപയോഗിച്ച് ചേർത്തിട്ട് ഒലിവ് ഓയിലും കൂടി ചേർത്തതിന് ശേഷം നമുക്കിതൊന്നും കൂടി നന്നായി പേസ്റ്റാക്കി എടുക്കണം കേട്ടോ. അതിന് നന്നായി അടിക്കണം. നമ്മളിതിൽ വേണമെങ്കിൽ തണുത്ത വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അത് ലേശം ലൂസിൽ നിൽക്കുന്നതാണ് നല്ലത്, അങ്ങനെ ചെയ്യാം. ഇത് നല്ല ഹെൽത്തിയാണ് കേട്ടോ. ഞങ്ങൾ അത്താഴത്തിന് ഈ ഹമ്മൂസും ചപ്പാത്തിയും ഗ്രില്ല് ചെയ്ത ഫിഷോ ചിക്കനോ അങ്ങനെ എന്തെങ്കിലുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് അരച്ച് നന്നായി പേസ്റ്റ് ആക്കണം കേട്ടോ. അങ്ങനെ അടിച്ച് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉപയോഗിച്ച് നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഫസ്റ്റ് കാണുമ്പോൾ ആയിരിക്കും നിങ്ങൾ തോന്നുക ഇത് എങ്ങനെയാണ് ഇത് കഴിക്കുക എന്നൊക്കെ തോന്നും. പക്ഷേ ഞാനിത് ഒലിവ് ഓയിലൊക്കെ ഒഴിച്ച് ഇത് ഞാൻ 2-3 പാത്രത്തിലാക്കിയിട്ട് വെക്കും. അപ്പോൾ ഞങ്ങൾ ഓരോ ദിവസം എടുത്തത് പിന്നെ കേടായി പോകുമല്ലോ, അപ്പോൾ ഞങ്ങൾ വേറെ വേറെ പാത്രത്തിലാക്കി വെക്കും. ഇന്ന് ഇവിടെ ഒരുപാട് പ്രശ്നത്തിലാണ് ലോകം മുഴുവൻ, സമാധാനമൊന്നും ഇല്ലാതിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല സമാധാനമൊക്കെ വരട്ടെ, അതിന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം, നല്ല ഹെൽത്തിയാണ്. സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ മയോനൈസിന് പകരം നിങ്ങളത് ഉപയോഗിക്കാം. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്, അങ്ങനെ ചെയ്യാം. അപ്പോൾ അത് ഹെൽത്തി, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. നിങ്ങൾ കുട്ടികളൊക്കെ ഇത് പരിചയപ്പെടുത്തണം. കുട്ടികൾക്ക് ഇതിൻ്റെ ടേസ്റ്റ്, ഇവിടുത്തെ കുട്ടികൾ, എൻ്റെ മോൾക്കൊക്കെ ഇത് വലിയ ഇഷ്ടമാണ്. വെറുതെ എടുത്ത് തിന്നും, ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വെറുതെ എടുത്ത് തിന്നും. അതാണ് ഇവിടുത്തെ ശീലം. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ, സമാധാനം ഉണ്ടാവട്ടെ. താങ്ക് യു ഓൾ.